യേശുക്രിസ്തുവിന്റെ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന 4 സുവിശേഷങ്ങളെയും നിയമത്തിന്റെ മാനദണ്ഡം ഉപയോഗിച്ച് പരിശോധിക്കുകയും അദ്ദേഹം ഒരു ബുക്ക് എഴുതുകയും ചെയ്തു. ദ ടെസ്റ്റിമണി ഓഫ് ഇവാഞ്ചലിസ്റ്റ്, ദ ഗോസ്പെൽസ് എക്സാമിൻഡ് ബൈ ദ റൂൾസ് ഓഫ് എവിഡൻസ്. ഇദ്ദേഹത്തെക്കാൾ കവിഞ്ഞ നിയമപണ്ഡിതന്മാരുടെ ഇടയിൽ തെളിവുകൾക്കൊരു മറ്റൊരു പണ്ഡിതനില്ല. അദ്ദേഹം നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷങ്ങളെ ആരാഞ്ഞു പഠിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് സാക്ഷിമൊഴികളിൽ വ്യത്യാസം ആവശ്യമാണ്. ഞാനത് വിവരിക്കാം. സാക്ഷിമൊഴികളിൽ അടിസ്ഥാനപരമായ ഐക്യതയും, ശ്രദ്ധിച്ച് കേൾക്കണം, സാക്ഷിമൊഴികളിൽ അടിസ്ഥാനപരമായ ഐക്യതയും ഉപരിതലത്തിലുള്ള വ്യത്യാസവും നിയമപണ്ഡിതന്മാർ പ്രതീക്ഷിച്ചിരിക്കും. അടിസ്ഥാനപരമായ ഐക്യതയും ഉപരിതലത്തിലുള്ള വ്യത്യാസവും. എന്തുകൊണ്ടാണ് ഉപരിതലത്തിലുള്ള വ്യത്യാസം അവർ പ്രതീക്ഷിക്കുന്നത്? അതിന് കാരണം വിദ്യാഭ്യാസം, സാക്ഷികളുടെ വിദ്യാഭ്യാസം, വ്യക്തിത്വം, വീക്ഷണം എന്നിവ വ്യത്യാസമാണ്. വിദ്യാഭ്യാസ, വ്യക്തിത്വ, വീക്ഷണങ്ങളുടെ വ്യത്യാസത്തിൽ അവരുടെ സാക്ഷിമൊഴികളിൽ വ്യത്യാസം കണ്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അവരുടെ സാക്ഷിമൊഴിയെ സംശയിക്കും. കാരണം എന്ത്? ഒരു ഡോക്ടറിന്റെ ശൈലിയിൽ സാധാരണക്കാരനായ ഒരാൾക്ക് സാക്ഷിമൊഴി നൽകുവാൻ കഴിയുമോ? ഒരു ഡോക്ടറും അഥവാ വൈദ്യനായ ലൂക്കോസും സാധാരണ ഒരു ശിഷ്യനായിരുന്ന യോഹനാനും ഒരുപോലെ സാക്ഷിമൊഴി നൽകിയാൽ കോടതി സംശയിക്കും ഇവർ പരസ്പരം കൂടിയാലോചിച്ച് നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമായി നടത്തുന്ന സാക്ഷിമൊഴിയാണ് എന്ന്. അടിസ്ഥാനപരമായ ഐക്യതയും ഉപരിതലത്തിലുള്ള വ്യത്യാസവും കോടതി സാക്ഷിമൊഴികളിൽ പ്രതീക്ഷിച്ചിരിക്കും എന്ന് ഞാനല്ല പറഞ്ഞത്, സൈമൺ ഗ്രീൻലീഫ്. അടിസ്ഥാനപരമായ വ്യത്യാസം, അടിസ്ഥാനപരമായ ഐക്യത സുവിശേഷങ്ങളിലെ സാക്ഷിമൊഴികളിൽ ഉണ്ടോ? ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ പൊന്തിയാസ് പീലാത്തോസിന്റെ കാലത്ത് പൊന്തിയാസ് പീലാത്തോസിന്റെ മുമ്പാകെ വിചാരണ ചെയ്തുവെന്നും പീലാത്തോസ് ജനസമ്മർദ്ദത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വിധി കൽപ്പിച്ചെന്നും ഉള്ള കാര്യത്തിൽ, അഥവാ അടിസ്ഥാനപരമായ കാര്യത്തിൽ മത്തായും ലൂക്കോസും യോഹനാനും മർക്കോസും ഒരുപോലെ ഐക്യതയുള്ളവരാണ്. മത്തായി സുവിശേഷം 27:20-26, മാർക്കോസിന്റെ സുവിശേഷം 15:1-10-15 വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 23:20-25 വരെയുള്ള വാക്യങ്ങൾ, യോഹനാന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 13-16 വരെയുള്ള വാക്യങ്ങൾ. ഈ 4 സുവിശേഷങ്ങളിലും ഒരുപോലെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ പൊന്തിയാസ് പീലാത്തോസിന്റെ കാലത്ത് പൊന്തിയാസ് പീലാത്തോസിന്റെ മുമ്പാകെ വിചാരണ ചെയ്യുകയും പൊന്തിയാസ് പീലാത്തോസ് ജനസമ്മർദ്ദത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അടിസ്ഥാനപരമായ ഐക്യത. എന്നാൽ അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടുവെന്നും ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചു എന്നും ഈ 4 സുവിശേഷകന്മാരും ഒരുപോലെ സമ്മതിക്കുന്നു. മത്തായി സുവിശേഷം 27:50, മാർക്കോസിന്റെ സുവിശേഷം 15:37, ലൂക്കോസിന്റെ സുവിശേഷം 23:46, യോഹനാന്റെ സുവിശേഷം 19:30 എന്നിതാദി വാക്യങ്ങളിൽ നാം വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് 4 സുവിശേഷകരും ഒരുപോലെ സമ്മതിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അവൻ ക്രൂശിൽ മരിച്ചു. അടിസ്ഥാനപരമായ ഐക്യത. എന്നാൽ അത് മാത്രമല്ല, ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ അരിമത്ഥ്യയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു എന്നുള്ള കാര്യത്തിലും 4 പേരും ഒരുപോലെ സമ്മതിച്ചിരിക്കുകയാണ്. മത്തായി സുവിശേഷം 27:57-61 വരെയുള്ള വാക്യങ്ങൾ, മാർക്കോസിന്റെ സുവിശേഷം 15:42-46 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 23:50-56 വരെയുള്ള വാക്യങ്ങൾ, യോഹനാന്റെ സുവിശേഷം 19:38-42 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം അരിമത്ഥ്യയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിലും 4 സുവിശേഷകരും ഒരുപോലെ യോജിച്ചിരിക്കുന്നു. അടിസ്ഥാനപരമായി അവർക്ക് ഐക്യതയുണ്ടോ? കോഴി കൂവിയ കാര്യത്തിൽ അവർക്ക് വ്യത്യാസം കാണും.
അടിസ്ഥാനപരമായ ഐക്യത അവർക്കുണ്ട്. എന്നാൽ വിശുദ്ധ പുതിയ നിയമത്തിൽ ഈ 4 സുവിശേഷങ്ങൾ മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയും പ്രതിപാദിക്കുന്നത്. ക്രൂശീകരണത്തെ പറ്റി മാത്രം കുറഞ്ഞത് 78 വാക്യങ്ങളെങ്കിലും മറ്റുള്ള ലേഖനങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണമായി അപ്പോസ്തല പ്രവൃത്തി 4:10, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രേനായ യേശു ക്രിസ്തു നിങ്ങൾ ക്രൂശിച്ചവനും. കൊലോസ്യ ലേഖനം 1:20, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. ഫിലിപ്പിയ ലേഖനം 2:8, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. ഇവിടെ എല്ലാം നാം കാണുന്നത് അവർ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളതിന് മറ്റുള്ള ലേഖനങ്ങളിലെ സാക്ഷ്യമാണ്. ഇപ്രകാരം 78 വാക്യങ്ങളെങ്കിലും ക്രൂശീകരണത്തെ പറ്റി തന്നെയുണ്ട്. കൂടാതെ കുറഞ്ഞത് 58 വാക്യങ്ങളെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയുമുണ്ട്. ഉദാഹരണത്തിന് റോമാലേഖനം 4:25, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ. ഗലാത്യ ലേഖനം 1:1, മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച. 1 തെസ്സലോനി 5:10, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇപ്രകാരം കുറഞ്ഞത് 58 വാക്യങ്ങൾ. 78ഉം 58ഉം കൂടെ കൂട്ടിയാൽ 136 വാക്യങ്ങൾ ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവർത്തികളിലും ഉടനീളം സാക്ഷ്യം വഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അവൻ ക്രൂശിൽ മരിച്ചു. ഈ 136 വാക്യങ്ങളിൽ ഒരു വാക്യം പോലും ഇല്ല. ശ്രദ്ധിക്കണം, 136 വാക്യങ്ങൾ പുതിയ നിയമം സാക്ഷ്യമായി അവതരിപ്പിക്കുമ്പോൾ ഒരൊറ്റ വാക്യം പോലും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിച്ചില്ല, അവൻ ക്രൂശിൽ മരിച്ചില്ല എന്ന് സാക്ഷ്യം പറയുന്നില്ല. അടിസ്ഥാനപരമായ വൈരുദ്ധ്യം, വ്യത്യാസം ഒന്നിലുമില്ല. എന്നാൽ ഉപരിതലത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നാം മുമ്പ് തന്നെ കണ്ടു കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഞാൻ മുമ്പ് പറഞ്ഞു, വൈദ്യനായ ലൂക്കോസ് എഴുതുമ്പോൾ അതൊരു വൈദ്യന്റെ ശൈലിയിലായിരിക്കും. സൈമൺ ഗ്രീൻലീഫ്, അദ്ദേഹം ഞാൻ മുമ്പ് ഉദ്ധരിച്ച പണ്ഡിതൻ, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ ഒരു വൈദ്യന്റെ പ്രത്യേക ശൈലി ഉടനീളമുണ്ട്. ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 8:2 മാർക്കോസിന്റെ സുവിശേഷം 1:26 ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ വൈദ്യനായ ലൂക്കോസ് അത് പ്രത്യേകം എടുത്തു വിവരിക്കുകയാണ്. കുഷ്ഠം നിറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം അത് വിവരിക്കും. കാരണം അദ്ദേഹം വൈദ്യനാണ്. കൊലോസിയർ 4:14 പ്രകാരം ലൂക്കോസ് വൈദ്യനാണ്. മത്തായി സുവിശേഷം 12:9 മാർക്കോസിന്റെ സുവിശേഷം 3:1 കൈവരണ്ട മനുഷ്യൻ എന്ന് വെറുതെ പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 6:6 വലത്ത് കൈ വരണ്ട മനുഷ്യൻ എന്ന് പ്രത്യേകം വൈദ്യനായ ലൂക്കോസ് എടുത്തു പറയുകയാണ്. കാരണം അതൊരു വൈദ്യന്റെ ശൈലിയാണ്. മരിച്ച ബാലിക എഴുന്നേറ്റു എന്ന് മത്തായി സുവിശേഷം 9:25 മാർക്കോസിന്റെ സുവിശേഷം 5:42 പറയുമ്പോൾ വൈദ്യനായ ലൂക്കോസ് പറയുന്നത് അവളുടെ ആത്മാവ് അവളിൽ തിരികെ വന്നു. അദ്ദേഹം അത് പ്രത്യേക കാരണം പറയുകയാണ്. അത് വൈദ്യന്റെ ശൈലിയാണ്. ഈ വൈദ്യനായ ലൂക്കോസ് ആണ് എഴുതുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അറസ്റ്റിനെ പറ്റിയും മരണത്തെ പറ്റിയും എഴുതുമ്പോൾ വൈദ്യനായ ലൂക്കോസ് ആണ് എഴുതുന്നത്. അവൻ അതിവേദനയാൽ പ്രാണവേദനയാൽ വിയർപ്പു തുള്ളികൾ രക്തമയത്തോടുകൂടി വന്നു. അത് വൈദ്യനായ ലൂക്കോസിന്റെ നിരീക്ഷണമാണ്. വൈദ്യനായ ലൂക്കോസ് മറ്റുള്ള ശിഷ്യന്മാർ ഉറങ്ങിയെന്ന് പറയുമ്പോൾ വൈദ്യനായ ലൂക്കോസ് പ്രത്യേകം എടുത്തു പറയുകയാണ്, അവർ അതിഭാരത്താൽ ഉറങ്ങുന്നതിന്റെ കാരണം വൈദ്യനായ ലൂക്കോസ് എഴുതും. അപ്രകാരമുള്ള സാക്ഷിമൊഴികളുടെ വ്യത്യാസം സാക്ഷിമൊഴികളെ ചോദ്യം ചെയ്യുകയല്ല, അത് സാക്ഷിമൊഴികളെ ഊട്ടി ഉറപ്പിക്കുകയാണ്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം എടുത്തു നോക്കൂ.
മാർക്കോസിന്റെ സുവിശേഷം പൊതുവെ പണ്ഡിതന്മാരുടെ അഭിപ്രായം